അടിമാലിയിൽ അർബുദബാധിതയായ സ്ത്രീയെ കട്ടിലിൽ കെട്ടിയിട്ട് മോഷണം. അടിമാലി എസ് പടി സ്വദേശിനിയായ ഉഷ സന്തോഷിനെയാണ് മോഷ്ടാവ് കട്ടിലിൽ കെട്ടിയിട്ട് വായിൽ തുണി തിരുകിയ ശേഷം പണവുമായി കടന്നത്. ഇന്ന് രാവിലെ വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്താണ് സംഭവം നടന്നത്. സുമനസുകളുടെ സഹായത്താൽ ചികിത്സ നടത്തി വന്നിരുന്ന ഉഷയ്ക്കായി പൊതുധന സമാഹരണത്തിലൂടെ ശേഖരിച്ച തുകയാണ് മോഷ്ടാവ് കവർന്നത്. അടിമാലി എസ് പടി സ്വദേശിനി ഉഷ സുമനസുകളുടെ സഹായത്താലാണ് അർബുദ ചികിത്സ നടത്തിവരുന്നത്. ചികിത്സയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ കീമോ ചെയ്ത ശേഷം ഇന്നലെയാണ് ഉഷ വീട്ടിൽ തിരിച്ചെത്തിയത്. ഇന്ന് രാവിലെ മകൾ സ്കൂളിലേക്കും ഭർത്താവ് കൂലിവേലക്കുമായി പോയി. ഈ സമയം നോക്കിയായിരുന്നു മോഷ്ടാവ് വീടിനുള്ളിൽ കയറിയത്. ചികിത്സയുടെ മയക്കത്തിൽ നിന്ന് ഉഷ പൂർണ്ണമായി മുക്തയായിരുന്നില്ല. മോഷ്ടാവ് ആദ്യം വായിൽ തുണി തിരികിയതായും മറ്റൊരു തുണി ഉപയോഗിച്ച് തല മൂടുകയും കൈകൾ ബന്ധിക്കുകയും ചെയ്തതായി ഉഷ പറഞ്ഞു. കയ്യിലോട്ട് ഗ്ലൗസ് പോയിട്ട് നമുക്ക് ഒച്ച കേൾക്കാം. റബ്ബർ പോലത്തെ ഗ്ലൗസ് കണ്ട് ഇട്ടു അന്നേരം ഇട്ടിട്ട് ഇതെല്ലാം ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ കുറേ നേരം അനക്കമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തോ സ്പ്രേ അടിക്കണം, ഒച്ച കേൾക്കാം. അതുകൊണ്ട് തന്നെ കെട്ടിയോടത്തെല്ലാം കൊണ്ട് തൂത്തു, അങ്ങനെ മൊത്തം തൂത്തു. തന്നെ അരിയിലെല്ലാം തൂത്തു, അലമാരിയിലൊക്കെ പോയി തൂക്കണ ഒച്ച നമുക്ക് കേൾക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ അപ്പം വന്ന് മഷിയിട്ട നോക്കിയാൽ പോലും അതിനെ പിടിക്കാൻ പറ്റിയില്ല. അതൊന്നും അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. പണം നൽകിയില്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്ന് മോഷ്ടാവ് ഉഷയെ ഭീഷണിപ്പെടുത്തി. അലമാരിയിൽ നിന്നും തുണികൾ അത്രയും പുറത്തേക്ക് വലിച്ചിട്ടെങ്കിലും പണം കണ്ടെത്താതെ വന്നതോടെ ഇയാൾ കൂടുതൽ പ്രകോപിതനായി. ഇതോടെ ഭയന്നുപോയ ഉഷ കട്ടിലിൽ കിടക്കുന്ന പേഴ്സിൽ പണമുള്ളതായി മോഷ്ടാവിനോട് പറഞ്ഞു. ഇതിനിടെ വായിലെ തുണിയെടുക്കാൻ ശ്രമിച്ച ഉഷയുടെ കാലുകൾ കൂടി മോഷ്ടാവ് ബന്ധിച്ചു. പിന്നീട് പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന 16,500 രൂപയുമായി കള്ളൻ കടന്നു കളഞ്ഞു. സമീപവാസിയായ മറ്റൊരാൾ പിന്നീട് വീട്ടിലെത്തിയ സമയത്താണ് കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുന്ന ഉഷയെ കണ്ടത്. ഉഷയുടെ ചികിത്സക്കായി പൊതുധന സമാഹരണത്തിലൂടെ ശേഖരിച്ച തുകയിൽ ബാക്കിയുണ്ടായിരുന്ന തുകയാണ് മോഷ്ടാവ് കവർന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അടിമാലി പോലീസ് സ്ഥലത്തെത്തി മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് ഉഷ വീട്ടിൽ തനിച്ചുണ്ടായിരുന്ന സമയം മാസ്ക് ധരിച്ചൊരു യുവാവ് വീട്ടിലെത്തുകയും ചികിത്സക്ക് സഹായിക്കാനെന്ന വ്യാജേന വീട്ടിലെ വിവരങ്ങളത്രയും ചോദിച്ചറിഞ്ഞിരുന്നതായും ഉഷ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.